ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു പോണ്ടേ സിനിമയ്ക്ക് എന്ത് സിനിമയ്ക്കാന്ന് പറഞ്ഞത്? ഈ വീട്ടിൽ ജനിച്ച സിനിമയ്ക്ക് വല്ലതും പോകാൻ പറ്റുമോ? എന്താ പറ്റാതിരിക്കാൻ? ചുമ്മാ അങ്ങ് പോകാൻ പറ്റൂലല്ലോ. പൈസ എടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പൊരി മേടിക്കുന്നു, തിയേറ്ററിൽ കയറുന്നു, സിനിമ കാണുന്നു. എന്ത് എളുപ്പം. സിനിമ കാണും. ഈ വീട്ടിൽ അങ്ങനെ അല്ലെന്ന്. ഓഹോ, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പൈസ തരൂ, ഞാൻ പോയി സിനിമ കണ്ടിട്ട് കഥ വന്ന് പറഞ്ഞു തരാം. ഓഹോ, പക്ഷെ കഥ മാത്രം പോരാ, ഡാൻസും കളിക്കണം, പാട്ടും പാടാൻ, അഭിനയിക്കാൻ വേണം. എന്ത് വേണം റെഡി. പാട്ട് വേണോ? അപ്പടി പോട് പോട് അസത്തി പോട് കണ്ണാലെ കളിക്കല് പഠിക്കുകയാണ്. സീരിയസ് ആണ്. എന്താണ് പഠിക്കാനുള്ളത്? ഫിസിക്സ്. ഓ, ഫിസിക്സ്. ഫിസിക്സിൽ എന്തൊക്കെ പറഞ്ഞറിയൂ? യു ടെൽ. സൗണ്ട്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്. ഓ, അറിയോ? പകുതി അറിയാം. ആണോ? എന്നാ ഫ്രീക്വൻസി എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാർ പയ്യന്മാർ മുടിയൊക്കെ വെട്ടാതെ ഇങ്ങനെ മുടി ചെമ്പിപ്പിച്ച് ഇങ്ങനെ സ്റ്റൈൽ ഇങ്ങനെ അയ്യോ നടക്കത്തില്ലേ? അത് ഫ്രീക്ക്, ഇത് ഫ്രീക്വൻസി. ഒരു സി അധികം വീണു, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു റൊണാൾഡോങ്ങളെ, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പോയി ഞാൻ പറഞ്ഞുതരാം. സുല, അമ്മ കഴിക്കാൻ എന്തോന്നമ്മ? ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇതേ അടുക്കള വരെ നടന്ന പാത്രം തുറന്നു നോക്കി അറിയാലോ. രവനെ പോലെ കഴിക്കാനുണ്ട് ഇരിപ്പിൽ അങ്ങ് ചോദിച്ചോ. പഠിക്കല്ലേ. ഹലോ മിസ്സസ്, ചോദ്യം ആരുടേതാണെങ്കിലും അന്നദാതാവായ താങ്കളല്ലേ അതിന് മറുപടി പറയേണ്ടത് അല്ലേ? ആഹാരം എന്താണെന്നല്ലേ ആ കുട്ടി ചോദിച്ചുള്ളൂ. ആ കുട്ടിക്ക് വേണ്ട പോഷകാഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്മയായ താങ്കളുടെ ജോലിയാണോ? അവള് പോഷകാഹാരം തിന്നാതെയാണോ ഇത്രയും വലുതായത്? ആണോ? ഞാൻ കൊടുത്തിട്ട് തന്നെയല്ലേ വലുതായത്. ഇന്നലത്തെ ദോശ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, ഒട്ടും വയ്യ എനിക്ക്. ഇന്നലത്തെ ദോശേ? എന്ത് ഇന്നലെ രാത്രിത്തെ ദോശ ഇന്ന് എന്റെ മോക്ക് കഴിക്കാൻ പാടില്ലേ? കൊള്ളൂല, ഒരുമാതിരത്തെ ചെവയാണ്. എന്ത് ചൊവ്വ ഇന്നലെ തിന്നല്ല, നിനക്ക് ഇപ്പൊ തിന്ന എന്താ കുഴപ്പം? ഇന്നലത്തെ ദോശ എനിക്ക് ഇന്ന് വേണ്ട. ആണോ? അന്ന് തള്ളയുടെ ബുദ്ധിമുട്ടല്ല, എനിക്ക് ആ കാലിനൊക്കെ എന്ത് വേദനയെന്ന് മുറ്റടിക്കാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് ഞാൻ ഇങ്ങ് കേറി വന്നതാ. പിന്നെ തടവി തന്ന അങ്ങോട്ട് മാറി. ഒരു നേരം അതിന് വയ്യെങ്കിൽ എന്നാ അത് മതി അമ്മേ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കഴിച്ചോളാം എന്നല്ല പറയേണ്ടത്. എന്നാ ശരി മതി. കൊള്ളാലോ, നീ പഠിച്ച തലവേദന എടുത്തിരുന്നോണ്ട് പറഞ്ഞു. പഠിച്ച തലവേദനയ്ക്കാണ് ഭക്ഷണം തരാന്ന് പറഞ്ഞത്. പിള്ളേര് ഇങ്ങനെ തുടങ്ങിയ വലിയ പാടാ. പട്ടിണി കിടന്ന് ഒരുപാട് പേര് അമേരിക്കയുടെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. ജീവിക്കാൻ പഠിക്കണം. താങ്കൾക്ക് ദോശയെങ്കിലും അത് കഴിച്ചൂടെ? നൂഡിൽസ് മാത്രം ഇറങ്ങും. അങ്ങനെ ഞാൻ പറഞ്ഞ ആ തള്ള വയ്യാതെ കയറി എന്നാ പോയാ ആ മുറ്റെടുത്ത് അല്ല ചൂലെടുത്ത മുറ്റമടിക്കുമല്ല. റൊണാൾഡോങ്ങളിൽ അടിക്കാമല്ലോ. ഞാനൊരു പുരുഷനല്ലേ? പുരുഷന്മാർക്ക് ചൂലെടുത്താ പൊങ്ങത്തില്ലേ? സ്ത്രീകളില്ലാത്ത വീട്ടിൽ പുരുഷന്മാർ ജോലി ചെയ്യും. ഇവിടെ കുറെ സ്ത്രീകളുള്ളപ്പോ ഈ പുരുഷൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല. എന്റെ ദൈവമേ.